സോ ഒരു വീട് കസ്റ്റമൈസ് ചെയ്ത് ഒരു 1 crore അടിയിൽ പ്ലാൻ ചെയ്യാനുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇതിൽ റീച്ച് ഔട്ട് ചെയ്യാം. Welcome to Real Estate with Arun. As you all know, I put a lot of content related to new upcoming projects, nearing possession, villa community, and even investor units, which is coming at a very good pricing. So keep following this channel because it should be really helpful for you. And today what I am trying to say is എനിക്ക് ജനറിക് ആയിട്ട് എനിക്ക് വരുന്നൊരു എൻക്വയറി അല്ലെങ്കിൽ ഒരു റിക്വയർമെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വില്ല വേണം, ഒരു വില്ല കമ്മ്യൂണിറ്റി ആയിരിക്കണം, ഒരു 1 crore റേഞ്ചിലായിരിക്കണം. ഇതൊരു ജനറിക് റിക്വയർമെന്റ് ആണ്. ഇത് അവരുടെ ആക്ച്വൽ പ്ലാൻ റിക്വയർമെന്റ് അല്ല. പക്ഷെ എനിക്ക് മനസ്സിലാവും ദാറ്റ് വാട്ട് ദേ ആർ ഇന്റൻഡിങ് ഇസ് ദാറ്റ് അവർക്കൊരു 1 crore ബഡ്ജറ്റിൽ പ്ലസ് രജിസ്ട്രേഷൻ പ്ലസ് ഇന്റീരിയർ പ്ലസ് കസ്റ്റമൈസേഷൻ എല്ലാം കൂടി അവരൊരു ബഡ്ജറ്റ് മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവരതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് പറയുന്നില്ല, ബട്ട് ഡെഫിനറ്റ്ലി ദേ വുഡ് ലൈക്ക് ടു ഹാവ് എ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ദാറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊച്ചി സിറ്റിയിൽ നമുക്ക് വളരെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. കാരണം ഇത്രയും ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി മോഡലിൽ നമ്മൾ ലാൻഡ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പം അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലാൻഡ് വാല്യൂവും കസ്റ്റമൈസേഷൻ എല്ലാം വരുമ്പോൾ കോസ്റ്റ് ബിൽഡറിന് തന്നെ വളരെ ഒരു ഹയർ പ്രൈസിലേക്കാണ് വരുന്നത്. അല്ലെങ്കിൽ അതൊരു അപ്കമിങ് ഏരിയ ആയിരിക്കും. അപ്കമിങ് ഏരിയകളിൽ ഈ കോസ്റ്റ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ളിടത്ത് ഏരിയ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇന്നത്തെ ഞാൻ പ്രോജക്റ്റ് ഷെയർ ചെയ്യുന്നത് ഇതൊരു 3.5 acre ടൗൺഷിപ്പാണ്. ഇവിടെ ഏകദേശം 42 വില്ലാസ് ഉണ്ട്. ക്ലോസ് ടു ലോഡ് ഓഫ് അമ്യൂണിറ്റീസ് ലൈക്ക് വാട്ട് യു സീ ഇൻ അപ്പാർട്ട്മെന്റ്സ്. അതുപോലെ അമ്യൂണിറ്റീസ് എല്ലാം ലോഡ് ചെയ്ത് ബാസ്കറ്റ്ബോൾ കോർട്ട്, ഷട്ടിൽ ആൻഡ് ക്രിക്കറ്റ് നെറ്റ്, ബട്ടർഫ്ലൈ ഗാർഡൻ, നല്ലൊരു ഗ്രീൻ ഒരു തോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഇവിടെ എല്ലാം വരുന്നത്. ഈ പ്രോജക്റ്റിന്റെ ലൊക്കേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ജസ്റ്റ് 1 kilometer ഡിസ്റ്റൻസിലാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. ആ ഒരു ഡിസ്റ്റൻസിൽ നമുക്കൊരു ടൗൺഷിപ്പ് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് കിട്ടുന്നത് ആസ് എ പ്രോജക്റ്റ്. പിന്നെ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയി നിൽക്കുന്ന സ്റ്റേജാണ്. ഞാനിത് ഷെയർ ചെയ്യാനുള്ള കാര്യം അവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് 3 plots ഇപ്പോൾ അവൈലബിൾ ഉണ്ട് ആസ് ഓഫ് നൗ. അപ്പോൾ അതിൽ ഞാനിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു 5 cent ആൻഡ് 8 cent ഓപ്ഷൻസ് നമുക്കുണ്ട്. 8 നമുക്ക് സ്പ്ലിറ്റ് 4 ആയിട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു പോർഷനിൽ നമുക്ക് യൂണിറ്റ് അവൈലബിൾ ഉണ്ട്. യു ക്യാൻ കസ്റ്റമൈസ്. ഈ പറഞ്ഞ വില്ലാസിൽ ഓൾമോസ്റ്റ് ഒരു 12 ഫാമിലി ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ഇന്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആൻഡ് പ്യുവർ ടൗൺഷിപ്പ് അവിടെ നമ്മൾ പേഴ്സണലി ഈ സ്ഥലത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു പ്യുവർ വില്ല കമ്മ്യൂണിറ്റിയാണ്. റെയർ രജിസ്റ്റേർഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ കണക്ഷനും വാട്ടർ കണക്ഷൻ ആയാലും വേസ്റ്റ് കളക്ഷൻ ആയാലും എല്ലാം ഓൺ ഓർഡറാണ് ഇപ്പോൾ പ്ലേസ് ആയിട്ടിരിക്കുന്നത്. എല്ലാം കണക്റ്റഡ് ആണ് ഓൾറെഡി. ഈ പ്രോജക്റ്റിന്റെ എലിവേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇപ്പോൾ ഈ കാണുന്നൊരു എലിവേഷനിലാണ് അവർ ആഡ് റൺ ചെയ്തതും ഇനീഷ്യലി. ആൻഡ് ആ ഒരു സ്പേസിൽ തന്നെയായിരിക്കും നമ്മൾ കൺസ്ട്രക്ഷനും ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്റേണൽ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. നമുക്ക് എത്ര സ്പേസിൽ വേണമെങ്കിലും നമുക്ക് ഇന്റേണലി കസ്റ്റമൈസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു വലിയ ബെനിഫിറ്റ് ആണ് ഈ പ്രോജക്റ്റിന്റെ. സോ ഒരു വീട് കസ്റ്റമൈസ് ചെയ്ത് ഒരു 1 crore അടിയിൽ പ്ലാൻ ചെയ്യാനുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇതിൽ റീച്ച് ഔട്ട് ചെയ്യാം. ഞാനവിടെ വിസിറ്റ് ചെയ്തപ്പോൾ കസ്റ്റമൈസ് ചെയ്ത കുറേ അപ്പാർട്ട്മെന്റ്സ് ഞാൻ പേഴ്സണലി വിസിറ്റ് ചെയ്തു. അവിടെ ഞാൻ 1600 square feet തൊട്ട് 2800 square feet വരെയുള്ള വില്ലാസ് ഞാൻ വിസിറ്റ് ചെയ്തു. കയറി കണ്ടു. ചിലതിൻ്റെ ഇന്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കാൻ നമ്മൾ ഓരോ വീട് വിസിറ്റ് ചെയ്യുമ്പോഴും മനസ്സിലാവും ദാറ്റ് ഓരോരുത്തരും അവരുടെ അസ്തെറ്റിക്സിനനുസരിച്ചാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലർ ഒരു ഓഫീസ് സ്പേസ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു പ്രെയർ റൂം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ബെഡ്റൂംസ് കുറച്ച് ഓപ്പൺ ഏരിയാസ് ഒത്തിരി, കുറേ പേര് ബെഡ്റൂംസ് കൂടുതൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, റൂംസ് മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിളാണ്. സോ ഇങ്ങനെയൊക്കെയുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നോക്കുന്നവർക്ക് ഇതൊരു ഐഡിയൽ ബെറ്റാണ്. ഈ പ്രോജക്റ്റ് ശരിക്കും ജസ്റ്റ് 7 kilometer ഡിസ്റ്റൻസിലാണ് നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷൻ. ഇൻഫോ പാർക്ക് ഇവിടെ നിന്ന് 12 kilometers ഉള്ളൂ. ഹാഫ് ആൻ അവർ ഡ്രൈവേ ഉള്ളൂ എയർപോർട്ടിലേക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന്. പുതിയ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ വർക്ക് ജസ്റ്റ് 2 kilometer ഡിസ്റ്റൻസിലാണ് വരുന്നത്. ആൻഡ് ഇതൊരു ആക്റ്റീവ് ഏരിയ ആണ്. നമ്മൾ ഈ രാജഗിരി ഹോസ്പിറ്റലിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ പോകുന്ന റൂട്ടാണെങ്കിലും അതൊരു പ്രോപ്പർ ബസ് റൂട്ട് ആൻഡ് ആക്റ്റീവ് ഏരിയ ആണ്. അവിടെ ഇഷ്ടംപോലെ കൊമേഴ്ഷ്യൽ ഡെവലപ്മെന്റ്സ് ഓൾറെഡി നടന്നിട്ടുണ്ട്.
So for people who are looking for such kind of option, this is a great thing. And എനിക്കറിയാം ദാറ്റ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ വേണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ബ്രോഷറും വീഡിയോയും കൂടുതൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാമെങ്കിൽ വി ക്യാൻ ഹാവ് എ ഡീറ്റെയിൽ ഡിസ്കഷൻ അബൌട്ട് യുവർ റിക്വയർമെൻറ്റ്. ബിക്കോസ് കസ്റ്റമൈസേഷൻ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി യു ഷുഡ് ഹാവ് എ ഡിസ്കഷൻ ഇൻ ഡീറ്റെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോജക്റ്റ്. സോ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ നമ്പറിൽ റീച്ച് ഔട്ട് ചെയ്യുക. വി ക്യാൻ ഹാവ് എ ഡീറ്റെയിൽ ഡിസ്കഷൻ. ബട്ട് ദിസ് പ്രോജക്റ്റ് ഇസ് 98% സോൾഡ് ഔട്ട്. ദിസ് ഇസ് എവ്രി വൺ ഇസ് ഡൂയിങ് ദെയർ ഇൻറ്റീരിയർ. നമുക്കിതിൽ 2 പ്ലോട്ട് അവൈലബിൾ ആയിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആൻഡ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ടു ഹാവ് എ ഡിസ്കഷൻ. ജസ്റ്റ് ഹാവ് എ ഡിസ്കഷൻ ആൻഡ് സീ വെദർ ഇറ്റ്സ് ഫിറ്റിംഗ് ഇൻ ഓൺ നോട്ട്. സോ പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് റീച്ച് ഔട്ട്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ടേക്ക് കെയർ.